സോഷ്യൽ മീഡിയയിൽ ഓരോ നിശ്ചിത കാലത്തേക്ക് നീളുന്ന ട്രെൻഡുകൾ വരാറുണ്ട്. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ സജീവമാകുന്നത് സെലിബ്രിറ്റി കമന്റുകൾ കൊണ്ടാണ്. ദിവസങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ട താരം കമന്റ് ചെയ്താൽ മാത്രമേ പരീക്ഷയ്ക്ക് പഠിക്കുകയുള്ളൂ എന്ന വീഡിയോയുമായി 2 കുട്ടികളെത്തിയിരുന്നു. തെലുങ്കു താരം വിജയ് ദേവരകൊണ്ടയിൽ നിന്നാരംഭിച്ച ഈ ട്രെൻഡ് പിന്നീട് ടൊവിനോയിലേക്കും ബേസിലിലേക്കുമെല്ലാം എത്തി. എന്നാൽ താരങ്ങളുടെ കമന്റ് തേടുന്ന ഇൻസ്റ്റഗ്രാം ട്രെൻഡിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടൻ സിദ്ധാർത്ഥ്. ഈ ട്രെൻഡ് വിഡ്ഢിത്തമാണെന്നും പരീക്ഷയ്ക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഓഫാക്കി വെച്ചിരുന്ന് പഠിക്കൂ എന്നുമാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം വിമർശനവുമായി എത്തിയത്. I've been getting a lot of requests on Insta saying if Siddharth comments on this post, then I'll go and study, or I'll go and write my exam, or I'll take care of my future, I'll go save my country or some such. First things first, if you want to study or write your exam, switch off your social media and go and study and write your exam. This is a ridiculous trend. I will not be commenting on your post. Padingappa, please, Padingappa. വിഡ്ഢിത്തമാണ് ഈ ട്രെൻഡ്. നിങ്ങളുടെ പോസ്റ്റിന് കമന്റ് ചെയ്യാൻ പോകുന്നില്ല, ദയവ് ചെയ്ത് പോയി പഠിക്കുവെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥ് ഈ വീഡിയോയിൽ കമന്റ് ഇട്ടാലേ ഞാൻ പഠിക്കൂ, പരീക്ഷ എഴുതൂ, ഭാവി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് ഒരുപാട് റിക്വസ്റ്റുകളാണ് വന്നതെന്നും പരീക്ഷയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഓഫാക്കി വെച്ച് പോയിരുന്ന് പഠിക്കൂ എന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ സിദ്ധാർത്ഥ് പറഞ്ഞു. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട കമന്റ് ചെയ്യണമെന്ന രീതിയിലാണ് ഈ ട്രെൻഡിന് തുടക്കമായത്. വിജയ് ദേവരകൊണ്ട ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ ഞങ്ങൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും എന്ന് കുറിപ്പുമായി പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തുടക്കം. വീഡിയോ വൈറലായതോടെ കമന്റുമായി സാക്ഷാൽ വിജയ് ദേവരകൊണ്ട തന്നെ രംഗത്തെത്തിയിരുന്നു. പരീക്ഷയിൽ 90% മാർക്ക് നേടിയാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാം എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം. അതേസമയം ബേസിൽ ജോസഫ് കമന്റ് ചെയ്താലേ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരൂ എന്നായിരുന്നു ഒരു യുവാവ് വീഡിയോയിൽ പറഞ്ഞത്. മോട്ടിലാൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് കോട്ടയം സ്വദേശിയായ യുവാവ് വീഡിയോ പങ്കുവച്ചത്. കാനഡയിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ വീഡിയോയുടെ താഴെ ബേസിൽ ജോസഫ് കമന്റ് ഇട്ടാൽ ഞാൻ ഇന്ത്യയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഒരു തിരിച്ചുവിളിക്കായി ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. അതിന് പിന്നാലെ ഈ റീലിന് കമന്റുമായി ബേസിലെത്തി. മകനെ മടങ്ങി വരൂ എന്നായിരുന്നു താരത്തിന്റെ കമന്റ്. ഇൻസ്റ്റഗ്രാം റീലിനൊപ്പം ബേസിലിന്റെ മറുപടിയും വൈറലായി. 2 ദിവസം മുൻപ് സാനിയ അയ്യപ്പനും കമന്റിംഗ് ട്രെൻഡിൽ പങ്കാളിയായിട്ടുണ്ട്. സിനിമയുടെ റിലീസ് ദിവസം തിയേറ്ററുകളിലെത്തി ഡാൻസ് കളിച്ച് പാട്ടുപാടി റിവ്യൂ പറഞ്ഞ് വൈറലായ അലിൻ ജോസ് പെരേര എന്നയാളുടെ വീഡിയോയ്ക്കാണ് സാനിയയുടെ മറുപടി. സാനിയ അയ്യപ്പൻ കമന്റ് ചെയ്താൽ റിവ്യൂവും ഡാൻസും നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെരേരയുടെ റീൽ വന്നത്. എന്നാൽ ഇതിന് സാനിയ കൊടുത്ത മറുപടി നിർത്തിക്കോ എന്നാണ്. സാനിയ 3 കോടി ജനങ്ങളെ രക്ഷിച്ചു, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെയാണ് സാനിയയുടെ ഈ കമന്റിന് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മറുപടികൾ.